നമസ്കാരം, ജ്യോതിഷലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഏറ്റവും സവിശേഷമായ ഒരു നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ്. കാർത്തിക. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു തിളക്കം മനസ്സിലേക്ക് വരുന്ന നക്ഷത്രം. അഗ്നി നക്ഷത്രമാണ് കാർത്തിക. ഉള്ളിൽ എപ്പോഴും ഒരു കനൽ സൂക്ഷിക്കുന്നവർ. പ്രിയപ്പെട്ട കാർത്തിക നക്ഷത്രക്കാരെ, 2026 എന്ന ഈ പുതുവർഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ വലിയൊരു സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അനിശ്ചിതത്വങ്ങൾക്കും വിഷമങ്ങൾക്കും ഒരു അറുതി വരാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ 2026 കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു പുതുജന്മമാണ് നൽകാൻ പോകുന്നത്. എന്താണ് 2026ന്റെ പ്രത്യേകതയെന്നും എന്തിനാണ് കാർത്തിക നക്ഷത്രക്കാർ ഈ വർഷത്തെ ഇത്രയധികം പ്രതീക്ഷയോടെ കാണേണ്ടത് എന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാർത്തിക നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമായിരുന്നില്ല. തൊഴിലിലാണെങ്കിലും പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്തിന് സ്വന്തം വീട്ടിലെ സമാധാനത്തിന്റെ കാര്യത്തിൽ പോലും ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. വിചാരിച്ച കാര്യങ്ങൾ സമയത്തിന് നടക്കുന്നില്ല എന്നൊരു പരാതി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ ഇതാ ആ കാലഘട്ടം മാറാൻ പോവുകയാണ്. 2026 എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവാണ്. നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയുന്ന, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു അത്ഭുത വർഷമാണ് 2026. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ നടക്കുമോ എന്ന്. പക്ഷെ വിശ്വസിക്കുക, ഗ്രഹനിലകൾ അത്രത്തോളം ശക്തമായി നിങ്ങൾക്ക് അനുകൂലമായി വരാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് കാർത്തിക നക്ഷത്രത്തിന്റെ 2026 പൊതുവായ അവസ്ഥ ഒന്ന് നോക്കാം. മേടക്കൂറിലും ഇടവക്കൂറിലുമായി വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമാണ് കാർത്തിക. അതുകൊണ്ട് തന്നെ രണ്ട് രാശിക്കാർക്കും ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണിത്. സൂര്യനാണ് കാർത്തികയുടെ നക്ഷത്രനാഥൻ. 2026 ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യന്റെയും ഗുരുവായ വ്യാഴത്തിന്റെയും അനുഗ്രഹം നിങ്ങൾക്കൊരേപോലെ ലഭിക്കാൻ പോവുകയാണ്. ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കുള്ള ഉത്തരമാണ് ഈ വർഷം നൽകാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിന്റെ പ്രധാന കാരണം വ്യാഴം അഥവാ ഗുരുഗ്രഹം തന്നെയാണ്. 2026ന്റെ പകുതിയോടെ, കൃത്യമായി പറഞ്ഞാൽ ജൂൺ മാസത്തോടുകൂടി വ്യാഴം മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇത് കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ വലിയ ഉയർച്ചകൾക്ക് കാരണമാകും. അതുവരെ ഉണ്ടായിരുന്ന മന്ദിപ്പ് മാറി കാര്യങ്ങൾ വേഗത്തിലാകും. ശനിയുടെ സ്ഥാനം പരിശോധിക്കുമ്പോഴും വലിയ ദോഷങ്ങളൊന്നും തന്നെ 2026 കാർത്തികക്കാർക്ക് കാണുന്നില്ല എന്നത് വലിയൊരാശ്വാസമാണ്. 2026 ഒരു വലിയ അത്ഭുതയാത്ര പോലെയായിരിക്കും. പക്ഷേ അവസാനം വിജയം കാർത്തികയ്ക്ക് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായി എടുത്ത് പരിശോധിക്കാം. ആദ്യം തന്നെ എല്ലാവർക്കും ഏറ്റവും ആകാംക്ഷയുള്ള വിഷയമായ തൊഴിൽ അല്ലെങ്കിൽ ജോലിയുടെ കാര്യം തന്നെ പറയാം. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 തൊഴിൽ രംഗത്ത് ഒരു സുവർണ കാലഘട്ടമായിരിക്കും എന്ന് തന്നെ പറയാം. കഴിഞ്ഞ വർഷങ്ങളിൽ ജോലിയിലുണ്ടായിരുന്ന അസംതൃപ്തി പൂർണ്ണമായും മാറിപ്പോകും. മേടക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് 2026ന്റെ തുടക്കത്തിൽ തന്നെ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഒരു സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലൊരു പ്രൊമോഷനോ ലഭിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 2026 വളരെ അനുകൂലമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കും. ഇത്രയും നാൾ നിങ്ങൾ ചെയ്ത ജോലിയുടെ ക്രെഡിറ്റ് മറ്റുള്ളവർ കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടായിരുന്നുവെങ്കിൽ 2026 അതിന് മാറ്റം വരും. നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരം നിങ്ങളെ തേടിവരും. ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ രണ്ടാം പകുതി, അതായത് ജൂൺ മാസത്തിന് ശേഷം തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാകും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് 2026ന്റെ ആദ്യ പകുതിയിൽ തന്നെ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങാം. വിദേശത്തേക്കുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്തും IT രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വിദേശത്ത് നല്ല അവസരങ്ങൾ ലഭിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 വലിയൊരു ആശ്വാസമായിരിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി ബിസിനസ്സിലുണ്ടായിരുന്ന മന്ദിപ്പ് മാറി ലാഭം കൂടി വരും. പുതിയ ശാഖകൾ തുടങ്ങാനോ ബിസിനസ് വിപുലീകരിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ സമയമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകച്ചവടം അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ കൃത്യമായ രേഖകൾ സൂക്ഷിക്കണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. പണമിടപാടുകളിൽ സുതാര്യത ഉറപ്പുവരുത്തണം. കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ ആജ്ഞാശക്തി കൂടുതലാണ്. അത് ബിസിനസ്സിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. എന്നാൽ തൊഴിലാളികളോട് പെരുമാറുമ്പോൾ അല്പം സംയമനം പാലിക്കുന്നത് നല്ലതാണ്. അനാവശ്യമായ ദേഷ്യം തൊഴിൽ സ്ഥലത്തെ അന്തരീക്ഷം മോശമാക്കാൻ സാധ്യതയുണ്ട്. 2026 പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. ഗ്രഹങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് കൂടെയുണ്ട്. ഇനി പണത്തിന്റെ കാര്യം നോക്കാം. സാമ്പത്തികമായി കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 എങ്ങനെയായിരിക്കും? കാശില്ലാതെ എന്ത് കാര്യം, അല്ലേ? 2026 കാർത്തിക നക്ഷത്രക്കാരുടെ സാമ്പത്തിക നില ഭദ്രമായിരിക്കും എന്ന് തന്നെ പറയാം. ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്ന സമയങ്ങളിൽ അപ്രതീക്ഷിത ധനലാഭമുണ്ടാകും. കിട്ടാനുള്ള കുടിശ്ശികകൾ തിരികെ ലഭിക്കും. പണ്ടെപ്പോഴോ കൊടുത്തു എന്ന് നിങ്ങൾ തന്നെ മറന്നുപോയ പണം തിരികെ കിട്ടാൻ സാധ്യതയുണ്ട്. ലോട്ടറി ഭാഗ്യം പോലും ചില കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് കാണുന്നുണ്ട്. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീർപ്പാകും. സ്വർണം വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പ് ഉയരുന്നത് കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. എന്നാൽ പണം വരുമ്പോൾ ചിലവുകളും കൂടെ വരാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ആഡംബരത്തോട് അല്പം താല്പര്യം കൂടുതലാണ്. 2026 അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണം.
വീട് പണി, വാഹനം വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്കായി പണം ചിലവാക്കുന്നത് നല്ലതാണ്. കാരണം അത് പണം വെറുതെ പോകാതെ ഒരു ആസ്തിയായി മാറാൻ സഹായിക്കും. വായ്പകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് 2026 അത് എളുപ്പത്തിൽ ലഭിക്കും. എന്നാൽ തിരിച്ചടക്കാൻ കഴിയുന്ന തുക മാത്രം വായ്പ എടുക്കുക. ഷെയർ മാർക്കറ്റിലോ മറ്റ് ഊഹക്കച്ചവടങ്ങളിലോ പണം മുടക്കുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. 2026 ആർക്കും പണം കടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കൊടുത്താൽ അത് തിരികെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കണം. സുഹൃത്തുക്കൾക്ക് വേണ്ടി ജാമ്യം നിന്ന് പിന്നീട് അത് നിങ്ങൾക്ക് ബാധ്യതയായി മാറാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ 2026 നിങ്ങൾക്ക് വലിയൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുടുംബമാണ്. വീടിനുള്ളിൽ സമാധാനമില്ലെങ്കിൽ പിന്നെ എന്ത് നേടിയിട്ടും കാര്യമില്ലല്ലോ. 2026 കാർത്തിക നക്ഷത്രക്കാരുടെ കുടുംബജീവിതം വളരെ ഊഷ്മളമായിരിക്കും. പ്രത്യേകിച്ച് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ചെറിയ അസ്വാരസ്യങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം മാറിപ്പോകും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കും. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ സാധിക്കും. അവിവാഹിതരായ കാർത്തിക നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കാൻ ഏറ്റവും ഉത്തമമായ വർഷമാണ് 2026. മനസ്സിൽ ആഗ്രഹിച്ച പങ്കാളിയെ തന്നെ ലഭിക്കാൻ യോഗമുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഉള്ളവർക്ക് വീട്ടുകാരുടെ സമ്മതം കിട്ടും. 2026 മധ്യത്തിന് ശേഷം വിവാഹാലോചനകൾ സജീവമാകും. നല്ല കുടുംബത്തിൽ നിന്നുള്ള ആലോചനകൾ വരും. വിവാഹം കഴിഞ്ഞ് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് 2026 ഒരു അനുഗ്രഹ വർഷമാണ്. സന്താനഭാഗ്യം ശക്തമായി കാണുന്നു. വീട്ടിൽ ഒരു കുഞ്ഞു തട്ടാറിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലുണ്ടായിരുന്ന ആശങ്കകൾ മാറും. അവർക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യം, പ്രത്യേകിച്ച് അച്ഛന്റെ ആരോഗ്യം മെച്ചപ്പെടും. സൂര്യൻ നക്ഷത്രനാഥനായതുകൊണ്ട് പിതൃസ്ഥാനത്തിന് എപ്പോഴും ഒരു പ്രാധാന്യമുണ്ട്. അച്ഛനുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി സ്നേഹം വർദ്ധിക്കും. കുടുംബാംഗങ്ങളുമായി ചേർന്ന് തീർത്ഥാടന യാത്രകൾ പോകാൻ അവസരം ലഭിക്കും. പഴയ തറവാട് പുതുക്കിപ്പണിയാനോ പുതിയ വീട് വയ്ക്കാനോ ഉള്ള ആലോചനകൾ സജീവമാകും. സഹോദരങ്ങളുമായുള്ള പിണക്കങ്ങൾ മാറി സ്നേഹം വർദ്ധിക്കും. എന്നാൽ കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാർത്തിക നക്ഷത്രക്കാർക്ക് ദേഷ്യം വരുമ്പോൾ എടുത്തുചാടി സംസാരിക്കുന്ന ഒരു ശീലമുണ്ട്. 2026 ഇത് നിയന്ത്രിക്കണം. നിങ്ങളുടെ വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുക. ചെറിയൊരു വാക്കുമതി വലിയൊരു ബന്ധം തകരാൻ. അതുകൊണ്ട് സംസാരത്തിൽ മിതത്വം പാലിക്കുക. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കാർത്തിക നക്ഷത്രക്കാർ 2026 അല്പം ശ്രദ്ധിക്കണം. വലിയ രോഗങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം. കാർത്തിക അഗ്നി നക്ഷത്രമായതുകൊണ്ട് ഉഷ്ണരോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ശരീരം എപ്പോഴും തണുപ്പിച്ചു നിർത്താൻ ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുക. കണ്ണു സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണണം. അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളും ചിലരെ അലട്ടിയേക്കാം. കാൽമുട്ടുവേദന, നടുവേദന തുടങ്ങിയവയുള്ളവർ കൃത്യമായ ചികിത്സ എടുക്കണം. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാനസിക സമ്മർദ്ദം അല്പം കൂടി നിൽക്കാൻ സാധ്യതയുണ്ട്. ജോലിഭാരവും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും എല്ലാം കൂടി മനസ്സിനെ അലട്ടും. എന്നാൽ യോഗധ്യാനം എന്നിവയിലൂടെ ഇതിനെ മറികടക്കാൻ സാധിക്കും. ഭക്ഷണശീലത്തിൽ കാർത്തിക നക്ഷത്രക്കാർ 2026 മാറ്റം വരുത്തണം. എരിവും പുളിയും മസാലയും കൂടിയ ഭക്ഷണം കുറയ്ക്കുക. ഇത് വയറ്റിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. 2026 വാഹനം ഓടിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലെ യാത്രകൾ ഒഴിവാക്കുക. വേഗത കുറയ്ക്കുക. അശ്രദ്ധമായ ഡ്രൈവിംഗ് അപകടങ്ങൾക്ക് കാരണമായേക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 വളരെ നല്ല വർഷമാണ്. പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. ആഗ്രഹിച്ച കോളേജിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സിന് അഡ്മിഷൻ ലഭിക്കും. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരങ്ങൾ ലഭിക്കും. സ്കൂൾ കോളേജ് തലത്തിലുള്ള മത്സരങ്ങളിൽ സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി കാർത്തിക നക്ഷത്രക്കാർ 2026 നേരിടാൻ സാധ്യതയുള്ള ചില വെല്ലുവിളികൾ കൂടി നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേഷ്യമാണ് നിങ്ങളുടെ പ്രധാന ശത്രു. 2026 പല സന്ദർഭങ്ങളിലും നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെട്ടേക്കാം. ആ സമയങ്ങളിൽ സംയമനം പാലിക്കുക എന്നതാണ് പ്രധാനം. ഈഗോ അല്ലെങ്കിൽ അഹങ്കാരം കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു കൂടപ്പിറപ്പാണ് എന്ന് പറയാറുണ്ട്. 2026 ഈ ഈഗോ കാരണം ചില നല്ല അവസരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാകുക. എപ്പോഴും ഞാൻ പറയുന്നത് മാത്രമേ ശരിയാകൂ എന്ന വാശി ഒഴിവാക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും വില കൊടുക്കുക. മറ്റൊരു വെല്ലുവിളി അമിത ആത്മവിശ്വാസമാണ്. കാര്യങ്ങൾ അനുകൂലമായി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അശ്രദ്ധരാകും. ഇത് ഒഴിവാക്കണം. ഓരോ ചുവടും സൂക്ഷിച്ചു വയ്ക്കുക. ശത്രുക്കൾ 2026 നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ ശ്രമിച്ചേക്കാം. എന്നാൽ നിങ്ങളുടെ ആത്മബലം കൊണ്ട് അതിനെയെല്ലാം അതിജീവിക്കാൻ സാധിക്കും. രഹസ്യങ്ങൾ ആരുമായും പങ്കുവെക്കരുത്. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് കരുതുന്നവർ പോലും ചിലപ്പോൾ നിങ്ങളെ ചതിച്ചേക്കാം. അതുകൊണ്ട് സ്വകാര്യ കാര്യങ്ങൾ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക. ഈ ദോഷങ്ങളെല്ലാം മാറി 2026 പൂർണ്ണമായ ഗുണങ്ങൾ ലഭിക്കാൻ കാർത്തിക നക്ഷത്രക്കാർ എന്താണ് ചെയ്യേണ്ടത്?
വളരെ ലളിതമായ എന്നാൽ ശക്തമായ ചില പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നിയാണ്, നക്ഷത്രനാഥൻ സൂര്യനും. അതുകൊണ്ട് സൂര്യനെ പ്രീതിപ്പെടുത്തുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. നിത്യവും രാവിലെ കുളിച്ച് ശുദ്ധമായി സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുക. ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് അത്ഭുതകരമായ ഫലങ്ങൾ നൽകും. ഞായറാഴ്ചകളിൽ വ്രതം നോൽക്കുന്നതും നല്ലതാണ്. ശിവക്ഷേത്ര ദർശനം കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 വലിയ ഗുണം ചെയ്യും. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി കൂവളില അർച്ചന നടത്തുകയോ ജലധാര നടത്തുകയോ ചെയ്യുക. ഇത് മനസ്സിലെ ഭാരങ്ങൾ കുറയാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും സഹായിക്കും. കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സുബ്രഹ്മണ്യ ഭജനം നടത്തുക. ഇത് ശത്രുദോഷങ്ങൾ മാറാനും ധൈര്യം ലഭിക്കാനും സഹായിക്കും. 2026 പാവപ്പെട്ടവരെ സഹായിക്കുന്നത് വലിയ പുണ്യമാണ്. നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം അന്നദാനം നടത്തുകയോ അല്ലെങ്കിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയോ ചെയ്യുക. ഇത് നിങ്ങളുടെ കർമ്മദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം നൽകുന്നതും നല്ലതാണ്. മറ്റൊരു പ്രധാന പരിഹാരം നിലവിളക്ക് കൊളുത്തുക എന്നതാണ്. നിത്യവും രാവിലെയും വൈകുന്നേരവും വീട്ടിൽ നിലവിളക്ക് കൊളുത്തി നാമജപം നടത്തുക. ഇത് വീട്ടിലെ നെഗറ്റീവ് എനർജി കളഞ്ഞ് പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സഹായിക്കും. 2026 കഴിയുന്നതും കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് തുടങ്ങിയ നിറങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. എന്റെ പ്രിയപ്പെട്ട കാർത്തിക നക്ഷത്രക്കാരെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 നിങ്ങൾക്കൊരു വെറും വർഷമല്ല, അതൊരു പുതുജന്മമാണ്. കഷ്ടപ്പാടുകളുടെയും കണ്ണീരിന്റെയും കാലം കഴിയുകയാണ്. ഇനി വരുന്നത് ഉയർച്ചയുടെ നാളുകളാണ്. തുടക്കത്തിൽ ചെറിയ പ്രതിസന്ധികൾ കണ്ടാൽ തളരരുത്. കാരണം വലിയ വിജയത്തിന് മുൻപ് ചെറിയ പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്. ഈശ്വരവിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. നിങ്ങളുടെ ഉള്ളിലെ അഗ്നി കെടാതെ സൂക്ഷിക്കുക. ആ വെളിച്ചം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. 2026 നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിധി എന്ന് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കരുത്. വിധിയെ മാറ്റാൻ കഴിയില്ലെങ്കിലും നമ്മുടെ കർമ്മം കൊണ്ട് അതിനെ അനുകൂലമാക്കാൻ സാധിക്കും. പ്രാർത്ഥനയും പ്രയത്നവും ഉണ്ടെങ്കിൽ ഏത് മലയും കീഴടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് അതിനുള്ള കരുത്തുണ്ട്. നിങ്ങൾ ജനിച്ചത് തന്നെ ജയിക്കാൻ വേണ്ടിയാണ്. തോൽവികൾ പാഠങ്ങളാക്കി വിജയത്തിലേക്ക് കുതിക്കാൻ 2026 നിങ്ങൾക്ക് കരുത്തേകട്ടെ. ഈ അറിവുകൾ നിങ്ങൾക്ക് മാത്രമായി വെക്കരുത്. നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ കാർത്തിക നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം നല്ലൊരു വാക്ക് കേൾക്കുന്നത് തന്നെ ചിലപ്പോൾ ഒരാൾക്ക് വലിയ ആശ്വാസമായിരിക്കും. ജ്യോതിഷലോകത്തിന്റെ ഈ എളിയ പരിശ്രമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത വീഡിയോയിൽ അതിനുള്ള മറുപടി നൽകാൻ ശ്രമിക്കാം. 2026 നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്നും ഐശ്വര്യവും സമ്പത്തും സമാധാനവും നിങ്ങളുടെ വീടുകളിൽ നിറയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.